Vanitha Ratnam, powered by Bhima Jewellers. Veendum Swagadam. Yes, welcome back. Nammude 21 contestants name ശക്തിയുള്ള വനിതകളെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഈ ഒരു ഷോയുടെ ഫസ്റ്റ് സ്റ്റേജിലെ ലാസ്റ്റ് ഫ്യൂ പെർഫോമൻസസ് ആണ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. ആൻഡ് ഇനി ഓഫ് കോഴ്സ് ആസ് ഓൾവേസ് ഓപ്പൺ മൈൻഡ് സെഗ്മെന്റ് ആണ് നിങ്ങളുടെ മുന്നിൽ എത്താൻ പോകുന്നത്. ആൻഡ് അതിൽ വേദിയിൽ എത്തുന്നു നമ്മുടെ മറ്റൊരു ബ്യൂട്ടിഫുൾ കണ്ടസ്റ്റന്റ്. പക്ഷേ ബിഫോർ ദാറ്റ് വീണ്ടും നമുക്ക് ഈ സെഗ്മെന്റിലേക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ വണ്ടർഫുൾ സ്പെഷ്യലിസ്റ്റ്, ദ കോർപ്പറേറ്റ് psychologist and performance coach, Dr. Vipin Roland. ഇന്ന് മനസ്സ് തുറക്കാൻ വേദിയിലെത്തുന്നത് മറ്റാരുമല്ല, നമ്മളുടെ അടുത്ത ധീര വനിത ധന്യ സുരേഷ് ഫ്രം തൃശൂർ. വെൽക്കം ബാക്ക് ധന്യ. ഫൈനൽ പെർഫോമൻസ് ആണ്. ഇതിനു മുമ്പ് മണ്ടോദരിയൊക്കെ ഈ വേദിയിലെത്തി നന്നായി പെർഫോം ചെയ്തു. തന്നെയില്ലാത്ത മാർക്സ് ഒക്കെ കിട്ടി. ഇനി ഓപ്പൺ മൈൻഡ് റൗണ്ടിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് കൂടെ 2 കൂട്ടുകാരെ കൊണ്ടുവരണം എന്നൊരു കണ്ടീഷൻ ഉണ്ട്. ഒരു മെയിൽ ഫ്രണ്ട്, ഒരു ഫീമെയിൽ ഫ്രണ്ട്. അപ്പൊ അതാരാണെന്ന് കൂടെ പറഞ്ഞു. ഫീമെയിൽ ഫ്രണ്ട് ആയിട്ട് വന്നിരിക്കുന്നത് എന്റെ അനിയത്തി എന്ന് പറഞ്ഞാൽ അനിയന്റെ ഭാര്യ, ഏറ്റവും താഴെയുള്ള അനിയന്റെ ഭാര്യ രഞ്ജിനി ഗോവിന്ദ്. അത് ഓൾറെഡി ഉണ്ട്. ബാക്കി മെയിൽ ഫ്രണ്ട് അനിയന്റെ കൂട്ടുകാരനായിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്ന് ഇത്ര എളുപ്പം തൊട്ട് ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പൊ എന്റെ അനിയനെ പോലെ തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഹരികൃഷ്ണൻ. Okay, so let's welcome Hari Krishnan and Ranjan. ഓപ്പൺ മൈൻഡ് റൗണ്ടിലാണ് ധന്യയും ഹരികൃഷ്ണനും രഞ്ജനിയും ഇരിക്കുന്നത്. ഇനി സമയം ധന്യയെ കുറിച്ച് കൂടുതൽ അറിയാൻ ധന്യയായിട്ടല്ല, ഒന്നുകിൽ ഹരിയായിട്ട് അല്ലെങ്കിൽ രഞ്ജനിയായിട്ട് എങ്ങനെയായിരിക്കും ധന്യയെ വിവരിക്കുക ഞങ്ങൾക്ക് വേണ്ടി. റെഡിയല്ലേ? ടൈം സ്റ്റാർട്ട്സ് നൗ. ഞാൻ എന്നോട് പരിചയപ്പെടുത്തുന്നത് കുടുംബത്തിലെ എല്ലാവരുമായി വളരെയധികം സ്നേഹം കാത്തു സൂക്ഷിക്കുന്ന, എപ്പോഴും കാത്തു സൂക്ഷിക്കാൻ താല്പര്യപ്പെടുന്ന, സുഹൃത്തുക്കളുമായിട്ട് എപ്പോഴും ഒരു നല്ല ബന്ധം സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ്. ഇവരുടെ ഏറ്റവും പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അവരെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളതാണ്. അതേസമയം തന്നെ അവർക്ക് എന്ത് സഹായം ചെയ്തു കൊടുക്കുമെങ്കിലും പ്രകടിപ്പിക്കില്ല. എങ്കിലും എന്നെ ഒന്ന് കരുതിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ളൊരു ചെറിയൊരു ആ പോയിന്റ് ഉള്ളിൽ വെച്ച് ഇങ്ങനെ നടക്കും. പക്ഷെ പറയില്ല, അതിങ്ങനെ ഉള്ളിൽ വെച്ച് കൊണ്ട് നടക്കുന്ന സ്വഭാവമുണ്ട്. രണ്ടാമത്തെ നെക്സ്റ്റ് ഒരു കാര്യം പറയുകയാണെങ്കിൽ, ആൾക്ക് ബാക്കിയുള്ളവരെങ്കിലും ബൂസ്റ്റപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നീ അത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. സ്വന്തം കാര്യം വരുമ്പോ വേണോ വേറൊരാളെന്നെ തള്ളി വിട്ടെങ്കിൽ നന്നായിരുന്നു എന്നൊരു അങ്ങനെ ഒരു സ്ഥിതി ഉണ്ട് ആൾക്ക്. പിന്നെ ഒരു പെട്ടെന്ന് ദേഷ്യം വരുന്നല്ല, ഒരു അസ്വസ്ഥയാവും, ചെറിയ കാര്യങ്ങൾക്ക് അസ്വസ്ഥയാവും. പിന്നെ അത് ഒരാൾ ഇങ്ങനെ വേണ്ടാട്ടോ എന്ന് പറഞ്ഞ ഒരാൾ എപ്പോഴും ഉണ്ടായിരിക്കണം. നല്ലൊരു ഈശ്വരവിശ്വാസിയാണ്. അതുപോലെ തന്നെ ഇപ്പം സുഹൃത്തുക്കളാണെങ്കിലും കുടുംബത്തിലുള്ളവരാണെങ്കിലും എല്ലാവരും എപ്പോഴും സ്നേഹത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുന്നത് കാണാൻ ഇഷ്ടപ്പെടുന്ന, ഒരു സ്നേഹം മാത്രം കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ധന്യ. താങ്ക് യു സോ മച്ച്. ഇൻ ടൈം, ഓൺ ടൈം ആയിരുന്നു. ഞാൻ പറയേണ്ട ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ ധന്യനെ കുറച്ച് പോസിറ്റീവ്സും കുറച്ച് നെഗറ്റീവ്സും ഒക്കെ ധന്യ തന്നെ പറഞ്ഞു, അക്കോർഡിംഗ് ടു ഹർ അണ്ടർസ്റ്റാൻഡിങ്. സോ അനിയത്തിക്കുട്ടിയായ രഞ്ജനിക്ക് എന്തെങ്കിലും അതിന് കൂടെ ആഡ് ഓൺ ചെയ്യാനുണ്ടോ? ആഡ് ഓൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ 1 മിനിറ്റ് ഇസ് നോട്ട് ഇനഫ് അറ്റ് ഓൾ. കുറെ കാര്യങ്ങൾ വേണമെങ്കിൽ ധന്യയെ കുറിച്ച് പറയാം. അതില് ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ആൾക്കൊരു 8 പേരുണ്ട്. ചിരി കൊടുക്ക, എപ്പോ നോക്കിയാലും ചിരിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ എന്തിനാന്ന് പോലും ആൾക്കെന്നെ അറിയണ്ടാവില്ല എന്തിനാ ചിരിക്കണേന്ന്. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് പരിസരത്തുള്ള എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജി കൊടുക്കാനുള്ള കഴിവ് ചേച്ചിക്കുണ്ട്. അത് ഭയങ്കര നല്ലൊരു സ്വഭാവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഫാമിലിയിൽ ഒരു വലിയൊരു സപ്പോർട്ട് സിസ്റ്റമാണ് ചേച്ചി. അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം ഫാമിലിയിൽ ഉണ്ടായാല്, അതിപ്പോ മുതിർന്നവരായാൽ കൂടി they turn to her for help, for advice, because അതിനുള്ള കഴിവ് ചേച്ചിക്കുണ്ട്. ധൈര്യം പകർന്നു കൊടുക്കാനുള്ള കഴിവ്. I think that's some of the most prominent characters in her. ആൻഡ് ചെറിയ പ്രായത്തിൽ തൊട്ട് തന്നെ ധന്യയുടെ വീട്ടിലൊരു അംഗം എന്ന് തന്നെ വേണമെങ്കിൽ ഹരിയെ വിശേഷിപ്പിക്കാം. സോ ഹരിക്ക് എന്താണ് ധന്യയെ കുറിച്ച്, ചേച്ചിയെ കുറിച്ച് പറയാനുള്ളത്? ചേച്ചിയെ കുറിച്ച് പറയാൻ വളരെ നല്ലത് തന്നെ പറയാനുള്ളൂ. നമ്മുടെ ശാസിക്കേണ്ട സമയത്ത് ശാസിക്കാനും ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കാനും സന്തോഷമുള്ളപ്പോൾ നമ്മുടെ കൂടെ നിൽക്കാനും എല്ലാത്തിനും ഉള്ള ഒരു വ്യക്തിത്വം തന്നെ എന്നെ സംബന്ധിച്ച്. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ പഠിക്കേണ്ട സമയത്ത് നമുക്ക് എന്ത് ഹെൽപ്പ് ചെയ്യാനോ പഠിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരാനും, അതേസമയം എക്സാം ടൈമിൽ നമ്മൾ കളിച്ച് നടക്കാനും നമ്മൾ ചെയ്ത 2 പേന പഠിക്കാനും ചേച്ചി ഏറ്റവും മുമ്പിലുണ്ടാവും.
സോ നമുക്ക് ജഡ്ജസിന്റെ അടുത്ത് ഒന്ന് ചോദിക്കാം അവർക്ക് എന്താണ് ഇനി അറിയാനുള്ളത്. ഡോക്ടർ ദിൽപിൻ, വാട്ട് വുഡ് യു ലൈക്ക് ടു നോ? ഞാനൊരു ചെറിയൊരു ചോദ്യം, ഇത് ധന്യക്ക് ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മാത്രം മതി. ചോദ്യം ഇതാണ്, ധന്യക്ക് മറ്റൊരാളുടെ ശരീരമോ മനസ്സോ എന്തെങ്കിലും ഒന്ന് സ്വീകരിക്കാനായിട്ട് ഒരു ഓപ്ഷൻ തരികയാണ്. മനസ്സാണോ ശരീരമാണോ സ്വീകരിക്കുക? നീ അങ്ങനെ സ്വീകരിക്കുകയാണെങ്കിൽ അത് ആരുടേതായിരിക്കും, എങ്കിൽ എന്തുകൊണ്ടായിരിക്കും ആ ഒരു ഡിസിഷൻ? സ്വീകരിക്കുക എന്റെ അമ്മയുടെ മനസ്സായിരിക്കും. എന്റെ അമ്മയെ പോലെ എല്ലാവരെയും കെയർ ചെയ്ത് കൊണ്ടുനടക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ എന്നെ ആണെങ്കിലും ഇപ്പൊ ഞങ്ങളുടെ അനിയത്തി കുട്ടികളെ ആണെങ്കിലും വീട്ടിലുള്ള എല്ലാവരെയും ആണെങ്കിലും ഞങ്ങളുടെ വലിയ ഫാമിലിയാണ്. അച്ഛന്റെ വീട്ടിൽ 10 ആളുണ്ട്. അവര് എല്ലാ വെക്കേഷനും ഒരു ഫുൾ ഉത്സവമായിരുന്നു അവിടെ. ഇതൊക്കെ എന്റെ അമ്മയാണ്. അമ്മയുടെ വീട്ടിലേക്കാണ് വരുന്നത്. ഞങ്ങൾ കാണുന്ന അമ്മ ഭക്ഷണം വെക്കുന്നു, അമ്മ അത് ചെയ്യുന്നു, അമ്മ ഇത് ചെയ്യുന്നു. അമ്മയ്ക്ക് അതിലും അമ്മയ്ക്ക് കംപ്ലൈന്റേ പറയില്ല. അമ്മ എത്ര നേരം വേണമെങ്കിൽ ആരെ വേണമെങ്കിൽ അമ്മ എന്ത് നോക്കാൻ ഏൽപ്പിച്ച ഉറങ്ങിയില്ലെങ്കിലും ഉണ്ടില്ലെങ്കിലും ആളെ നോക്കിക്കോളും. ആൾക്ക് ഒരു പ്രശ്നവുമില്ല. ഈ അമ്മയുടെ മനസ്സിൽ നിന്നും ധന്യയുടെ മനസ്സിലേക്ക് എത്ര ദൂരമുണ്ട്? അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് അമ്മയുടെ മനസ്സായി മാറാനായിട്ട് നമുക്ക് എത്ര ദൂരം യാത്ര ചെയ്യണം? ദൂരം എന്ന് പറഞ്ഞാല് കുറച്ച് ക്ഷമ കുറച്ച് എനിക്ക് കുറവാണ്. പ്രായത്തിന്റെ വ്യത്യാസം ഉണ്ടാവുന്നതുകൊണ്ടുണ്ടാവും, അനുഭവത്തിന്റെ വ്യത്യാസം കൊണ്ടുണ്ടാവാം. പിന്നെ ക്യാരക്ടറിന്റെ എനിക്ക് അച്ഛന്റെ സ്വഭാവമാണെന്ന് പറയുന്നത്. ക്ഷമ അതൊരു ഫാക്ടറാണല്ലോ. നമ്മള് ഒന്നാം സമ്മാനം നേടുന്ന സ്വാദ് വനിതാരത്നം വിജയെ കാത്തിരിക്കുന്നത് ശിവജി ബിൽഡേഴ്സ് നൽകുന്ന